ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എങ്ങനെയാണ് ഒരു ഗോതമ്പ് ദോശ. സാധാരണ ഗോതമ്പ് ദോശ എല്ലാവർക്കും അത് പൊതുവേ ഇഷ്ടം ഉണ്ടാവില്ല, കാരണം അതിൻ്റെ ഒരു സ്റ്റിക്നെസ്സും ആ ഒരു ടേസ്റ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ നിങ്ങൾ ഈ രീതിയിലൊന്ന് നിങ്ങളൊന്ന് ചെയ്തു നോക്കിയാൽ ഈ ഗോതമ്പ് ദോശ ഇഷ്ടമില്ലാത്തവർക്കും ഇത് ഇഷ്ടമാകും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: 2 കപ്പ് ഗോതമ്പ് മാവ്, 1/4 കപ്പ് കുതിർത്ത അവല്, 1/4 കപ്പ് തിരുമിയ തേങ്ങ, അതുപോലെ 1/4 കപ്പ് ചോറ്. ഇത്രയാണ് ഇതിന് ആവശ്യമുള്ളത്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ച 2 കപ്പ് ഗോതമ്പ് മാവും കുതിർത്ത അവലും തിരുമിയ തേങ്ങയും അതുപോലെ ചോറും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്ക് ദോശമാവിൻ്റെ പരുവത്തിൽ ഇത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത ദോശമാവ് പാത്രത്തിലേക്ക് ഒഴിച്ച് ആവശ്യമുള്ള സോൾട്ട്, ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. സ്റ്റൗ ഓൺ ചെയ്ത് ദോശത്തവ അടുപ്പത്തേക്ക് വയ്ക്കുക. ദോശത്തവ ചൂടായി വരുമ്പോൾ നമ്മൾ ദോശമാവ് ഒഴിച്ച് നമ്മുടെ അരിദോശ ചുട്ടെടുക്കുന്ന പോലെ തിരിച്ചും മറിച്ചും, കുറച്ചും കൂടി അരിദോശയെക്കാളും കുറച്ചും കൂടി സമയമെടുത്ത് ചുട്ടെടുക്കുക, തിരിച്ചും മറിച്ചും. ഇപ്പം ഞാനിവിടെ ഒരു ദോശ ചുട്ടെടുത്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഒരു ദോശയും കൂടി ഞാൻ ചുടുന്ന കാണിക്കുന്നുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള മാവ് ഉപയോഗിച്ച് ദോശ ഇതുപോലെ നിങ്ങൾ ചുട്ടെടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ താഴെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നോക്കൂ, കണ്ടോ, വളരെ സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ആ ഒരു പശപശപ്പെല്ലാം മാറി വളരെ നല്ല രീതിയിൽ നമ്മുടെ സാധാരണ അരിദോശ ഉണ്ടാക്കുന്ന അതേ ഒരു ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഗോതമ്പ് ദോശ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും തീർച്ചയായിട്ടും ഈ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെയധികം ഇഷ്ടമാവും. ഇത് നമുക്ക് ചട്നിയോട്, സാമ്പാർ, അതിൻ്റെ ഏതിൻ്റെ കൂടെയും നമ്മൾ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. താങ്ക് യു.